ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗംഗയും രാഹുലും കൂടി ജയിലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് അവരെ ഒന്ന് തൊടാൻ പോലും സാധിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാഹുൽ പറയുകയാണ്, അതാ കല്യാണി കാരണം. ആ കല്യാണി കൂടെ ഉള്ളിടത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് അതെ, ആ വിക്രത്തിന് വലിയ ശക്തിയൊന്നുമില്ല, അപ്പം അങ്ങനെയൊന്നും പറയരുതെങ്കിൽ എന്ന് ഗംഗ പറയുകയാണ്. അവൻ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നതല്ലേ എല്ലാത്തിനും. അതായിക്കോട്ടെ, പക്ഷെ അവനെ ചതിച്ചത് അവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും. അവൻ്റെ അച്ഛൻ അവൻ പോകുന്നത് അവർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ആൾക്കാർ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചതാവും എന്ന് പറയുമ്പോൾ ഗംഗ പറയാണ്, അതിനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, അങ്ങനെ തന്നെയാവും എന്ന് പറയാണ്. എന്തായാലും ആ കല്യാണിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, കല്യാണി അവർക്കൊരു കുഞ്ഞുണ്ടല്ലോ, ഒരു ആൺകുട്ടി. പിന്നെ ആ മനോഹർ എന്ന് പറയുന്നവർ ഉടനെ തന്നെ അമേരിക്കയിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളുടെ കുട്ടിക്കും അച്ഛനില്ലാതെയാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സരുവിനെയും കിരണിനെയും ഒന്നിപ്പിക്കണം. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാകുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, അല്ല ഇപ്പോഴും അങ്കിൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്? ഈ കിരണിനെ കൊണ്ടും സരുവിനെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യം, ശത്രുക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി എന്തിനായ ഒരു ആഗ്രഹം വെച്ച് നടക്കുന്നത്? ഒന്നെങ്കിൽ സരയുവിനെ, എന്തായാലും അവരതിന് സമ്മതിക്കൊന്നുമില്ല, അത് ഉറപ്പാണ്. ഒന്നെങ്കിൽ സരയിനെ മറ്റൊരു ചെക്കനെ കണ്ടെത്തിയിട്ട് അവരെ കല്യാണം കഴിപ്പിക്കുക, ഇല്ലെങ്കിൽ സരി ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. എന്തേ, ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ ജീവിക്കുന്നവരില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹർ മറിയത്തിൻ്റെ അരികിലേക്ക് ആ റൂമിലേക്ക് വരികയാണ്. അപ്പം മറിയ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ബാക്കിൽ വന്നിങ്ങനെ തൊടുമ്പോൾ നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ എന്നാലും നമ്മുടെ പാസ്പോർട്ടിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതെവിടെ പോയതായിരിക്കും? നമ്മളെല്ലാവരെയും സംശയിച്ചു, ഇവിടെ വന്നു പോയ എല്ലാവരെയും. പക്ഷെ ഒരാളെ മാത്രം നമ്മൾ സംശയിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവളാണെങ്കിലും അപ്പോൾ ആരുടെ കാര്യം നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഒരു മുറപ്പെണ്ണുണ്ടല്ലോ, ഇവിടെ വന്നിരുന്നല്ലോ, നമ്മുടെ റൂമിൽ വന്ന് അവൾക്ക് എന്തൊക്കെയോ നോക്കണമെന്ന് പറഞ്ഞ് നോക്കിപ്പോയില്ലേ, ആ സമയത്ത് അവൾ എടുത്തതാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള സാധ്യതയുണ്ട് പറഞ്ഞ പോലെ. എന്നിട്ട് നീ ഇപ്പോഴാണോ ചിന്തിക്കുന്നത്? നീ ഇതിനു മുമ്പ് എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അവളെ ഒന്നും എൻ്റെ മനസ്സിലോട്ട് വന്നില്ല എന്ന് മനോഹർ പറയാണ്. എനിക്ക് ഉറപ്പാണ് വേറെ എവിടെയും പോകില്ല, അവൾ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ പുറകിലെ സത്യം കണ്ടെത്താം. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പോകാമല്ലോ, അത് കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനോഹർ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, അങ്ങനെ അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കാണും, അതെന്തായാലും കണ്ടെത്തണം എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വേഗം തന്നെ നമ്മുടെ സരയുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് മനോഹർ. അങ്ങനെ അവിടുത്തെ ഷെൽഫൊക്കെ തപ്പുമ്പോൾ അത് ഒക്കെ ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും അതിൻ്റെ കീ കിട്ടുന്നുണ്ട്. 2-3 ഷെൽഫിൽ ഇങ്ങനെ താക്കോലിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണം തുറന്ന് കിട്ടുകയാണ്. അതിൽ നിന്ന് അവൻ കണ്ടെത്തുകയാണ് ആ 2 പാസ്പോർട്ട്. അപ്പോൾ അവൻ മനസ്സിൽ കരുതുന്നുണ്ട്, അത് ശരി, നീയായിരുന്നല്ലേ ഇതിൻ്റെ പുറകിൽ. അപ്പോൾ നീ എൻ്റെ കൂടെ സ്നേഹം കാണിച്ച് അഭിനയിച്ച് നിൽക്കുകയാണല്ലേ, നിനക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലേ എന്നിങ്ങനെ മനസ്സിൽ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ നിന്നും മനുവേട്ട എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് മനു ഞെട്ടുന്നുണ്ട്. ഞാനാണ്, എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത് എന്ന് ചോദിക്കണം. പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ ഞെട്ടിയതാണ്. മനുവേട്ടൻ എന്താ പെട്ടെന്ന് പോയിട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഡോക്യുമെൻ്റ് എടുക്കാൻ മറന്നതാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ പോവുകയാണോ? അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് വരുമോ വൈകിട്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വന്നോളാം എന്ന് പറയുകയാണ്. എന്താ മനുവേട്ടൻ്റെ സംസാരത്തിലൊരു പതർച്ച? ഒന്നുമില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും സരയു മനോഹർ നല്ല പേടിയായിട്ടുണ്ട് സരയുവിനെ. അതിനുശേഷം വീണ്ടും പോവുകയാണ്. അങ്ങനെ നമ്മുടെ മറിയം ഒരു കുരിശുപള്ളിയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ അവിടേക്ക് വരുന്നുണ്ട്. നീ പറഞ്ഞത് ശരി തന്നെയാണ്, നീ സംശയിച്ച് ശരി തന്നെയാണ്, പാസ്പോർട്ട് കിട്ടി എന്നും പറഞ്ഞെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് ശരി, അപ്പോൾ അവൾ തന്നെയാണല്ലേ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. എന്തായാലും പാസ്പോർട്ട് കിട്ടിയല്ലോ, ഇനി ഉടനെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം, നമുക്ക് 2 പേർക്കും ഉടനെ പറക്കുകയും ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും സരയു ഉടനെ തന്നെ വന്നിട്ട് ആ ഷെൽഫൊക്കെ നന്നായി ഒന്ന് പരതി നോക്കുന്നുണ്ട്. ആ പാസ്പോർട്ട് അവിടെ തന്നെ ഇല്ലേ എന്നാണ് സരയു പരതി നോക്കുന്നത്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ പാസ്പോർട്ട് കാണുന്നില്ല. അവൻ അത് എടുത്തുകൊണ്ട് പോയോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതെ, അവൻ അത് എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ അവൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, എനിക്ക് സത്യം മനസ്സിലായെന്ന് അവന് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ അവൻ അതും കൊണ്ട് മുങ്ങിക്കാണോ, അവനിനി തിരിച്ചു വരില്ലേ ഇങ്ങോട്ട് എന്നുള്ള സംശയമൊക്കെ ആയിട്ട് സരയു അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഭ്രാന്തിളകിയ പോലെ ഇങ്ങനെ നിൽക്കണം.
ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ശാരി വരുന്നത്. ശാരി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ മോൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പറ്റാൻ, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. മോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നീ മനോഹറിൻ്റെ അരികിൽ നല്ലതിൽ തന്നെയാണല്ലോ സംസാരിക്കാറെന്ന് പറയുമ്പോൾ, മനുവേട്ടൻ മാത്രമേ ശരിയുള്ളൂ, അതുകൊണ്ടാണ് മനുവേട്ടനോട് സംസാരിക്കുന്നത്. ആളെ എൻ്റെ ഭർത്താവാണ്, നിങ്ങളെൻ്റെ ആരാ, നിങ്ങളെൻ്റെ ആരുമല്ല, നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മ പോലുമല്ല എന്നിങ്ങനെ പറയാണ്. സ്വന്തം അമ്മൂമ്മ പോയിട്ട് നിങ്ങൾ അന്യ സ്ത്രീയാണ് എൻ്റെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിൻ്റെ അമ്മ തന്നെയല്ലേ. അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ശാരി പറയുകയാണ്, ഇങ്ങനെയൊന്നും പറയില്ല മോൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ ഒന്ന് പോയാലോ, നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ എന്നിങ്ങനെ സരയുവിനോട് ശാരി ചോദിക്കുമ്പോൾ, എനിക്കല്ല ഡോക്ടറെ കണ്ടത്, നിങ്ങൾക്കാണ്. നിങ്ങളുടെ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടു, പിന്നെ കൂടെ ഉണ്ടായിരുന്ന മകളെ സ്വന്തം മകളല്ലെന്ന് അറിഞ്ഞു. അപ്പം അതുകൊണ്ട് സമനില തെറ്റി നിൽക്കുന്നത് നിങ്ങൾക്കാണ്, നിങ്ങളെയാണ് ഡോക്ടറെ കാണിക്കുന്നത്, എന്നെയല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം മോൾക്ക് എന്താ പറ്റിയത്, നിങ്ങളെനിക്ക് കൊല്ലട്ടെ, ഞാൻ നിങ്ങളെ ഒന്നും ചോദിച്ച് കഴുത്തിങ്ങനെ ഞെരിക്കുകയാണ് ശാരിയുടെ. വിട്ടു മോളെ എന്ന് പറഞ്ഞ് കൈ എടുപ്പിക്കുകയാണ് ശാരി. അപ്പം എന്തിനാ മോൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നാ ചെയ്യണമെങ്കിൽ ഇറങ്ങിപ്പോ, എൻ്റെ ഇങ്ങോട്ട് ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരേ വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ശാരി ആട്ടിപ്പായിക്കുകയാണ് സരയു ഭയങ്കര ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ മനോഹർ മുങ്ങിപ്പോയാലും തിരികെ വരില്ലേ എന്നുള്ളൊരു ടെൻഷനിലൊക്കെയാണ് സരയു നിൽക്കുന്നത്. എന്തായാലും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇങ്ങനെ കിടക്കുകയാണ്. വിക്രം കണ്ണു തുറക്കുമ്പോൾ പ്രകാശം വരുന്നതാണ് കാണുന്നത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ എവിടെ പോയിക്കായിരുന്നു, നിങ്ങൾ എന്താ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ മോനെ അങ്ങനെ പറഞ്ഞത്, ഞാൻ ദേ ഇവിടെ പുറത്തുനിന്ന് പോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പരിപാടി ഇട്ടിട്ടുണ്ട്, എന്നെ ചതിക്കാൻ വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ മോനെ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അതെ, ആ കല്യാണി ഇല്ലാതാക്കണം, എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഞാൻ മരിക്കുന്നതിന് മുൻപ് ആ കല്യാണി ഇല്ലാതാക്കണം. എൻ്റെ മനസ്സിലോട്ട് കല്യാണിയോടുള്ള ദേഷ്യം കുത്തിക്കയറ്റിയത് ആരാ, എനിക്ക് കല്യാണിയെ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതാരാ അങ്ങനെ ആക്കിയത്, അപ്പം ഞാൻ തന്നെയാണ് മോനെ എന്ന് പ്രകാശം പറയാണ്. നിങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ആ അനാഥാലയത്തിൽ പോയി കിടക്കുന്ന ഒരു തള്ളയുണ്ടല്ലോ, അവരും കൂടിയിട്ടാണ് എന്നേക്ക് അങ്ങനെ പഠിപ്പിച്ചത്. കല്യാണിയെ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പൊട്ടയാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ കൊള്ളില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ കല്യാണിയോടുള്ള ദേഷ്യം ഇതുകൊണ്ട് എന്ത് പറഞ്ഞിട്ട് എനിക്കത് മാറുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവളെ എനിക്ക് കൊല്ലണം, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവളെ എനിക്ക് കൊല്ലണം എന്ന് പറയുമ്പോൾ, അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് നടക്കില്ലടാ എന്നിങ്ങനെ മനസ്സിൽ പ്രകാശനം കരുതുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് കിരണും കല്യാണിയും വരുന്നത്. വന്നല്ലോ, മനസ്സിൽ പറഞ്ഞു തീർന്നപ്പോഴത്തേനും ഇങ്ങനെ നമ്മുടെ വിക്രം മനസ്സിൽ അങ്ങനെ കരുതുകയാണ്. എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ ആ സമയത്ത് ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. നിന്നെ ഈ ഒരു കിടപ്പിൽ വെച്ച് നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാവുന്നതേ ഉള്ളൂടാ, പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. കാരണം ഒരു ജീവൻ എടുക്കാൻ ഒരാൾക്കും അർഹതയില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല നിന്നെ. നീ ഇപ്പോൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതിൻ്റെ അച്ഛനോട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുകയാണ്, ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിന്റെ ഇഷ്ടത്തിന് നീ ജീവിക്ക്, ഇനിയിപ്പോൾ ഉടനെ തന്നെ നിനക്ക് ജയിലിലോട്ട് പോകാം. നിന്റെ കൂടെ കിടക്കുന്ന ആ കുറ്റവാളികളൊക്കെ പുറത്തിറങ്ങുന്നത് എൻ്റെ ഭാര്യയെയും എന്നെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണം ഇല്ലാതാക്കാൻ, കരച്ചിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളൊക്കെ മാറത്തടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്. അച്ഛൻ എന്തിനാ ഇവനെ ജയിലിൽ നിന്ന് അച്ഛൻ്റെ കൂടെ താമസിപ്പിച്ചത്, അതിൻ്റെയൊക്കെ ആവശ്യം അച്ഛനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കല്യാണിയും അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്